ഹലോ ഗായ്സ്, ഇന്ന് ഡേ 8. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് പ്രൈം നമ്പർ? ഒരു നമ്പറിന് ആ നമ്പറോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ 1 ഒരു പ്രൈം നമ്പർ ആണോ? നോ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 3, 5, 7, 11 എക്സെട്ര. ഇനി പറയാൻ പോകുന്നതാണ് പോയിന്റ്. ഈ പ്രൈം നമ്പേഴ്സ് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ? 2300 വർഷങ്ങൾക്ക് മുമ്പ് യൂക്ലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണെന്ന്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയോ? പ്രൈം നമ്പേഴ്സ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ നമ്പർ കിട്ടും. ആ പുതിയ നമ്പർ എന്ന് പറയുന്നത് ഈ പ്രൈം നമ്പേഴ്സ് ഏതുമായിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം റിമൈൻഡർ 1 വരും. കൺസിഡർ P1, P2, P3 എക്സെട്ര ടു Pn എല്ലാം പ്രൈം നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. സോ ഇതെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് നമ്മൾ എ എന്നുള്ള പേര് കൊടുത്തു. ഇനി ഈ എയുടെ കൂടെ 1 ആഡ് ചെയ്തിട്ട് അതിന് നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ബി എന്ന് പറയുന്നത് ഈ ഇതുവരെയുള്ള നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഈ പ്രൈം നമ്പേഴ്സ് ഒന്നുമായിട്ടും പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടുപിടിച്ചു. കാരണം എന്താ? അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും, കാരണം നമ്മൾ 1 ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഈ ബി എന്ന് പറയുന്നത് അതുവരെയുള്ള പ്രൈം നമ്പേഴ്സ് ഒന്നുമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ആ ബി എന്ന് പറയുന്ന നമ്പർ ആ ബി എന്ന നമ്പറും 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആയിട്ട് നമുക്ക് കിട്ടി. അതായത് നമുക്ക് പുതിയൊരു പ്രൈം നമ്പർ കിട്ടി. സോ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് പ്രൈം നമ്പേഴ്സിനും ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തി. ഈ പ്രൈം നമ്പേഴ്സ് എത്രയുണ്ട് എന്നുള്ളത്, അതായത് നമ്മൾ മനുഷ്യരെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രൈം നമ്പർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പ്രൈം നമ്പേഴ്സിന് ഒരു ലിമിറ്റ് ഇല്ല, ഒരു അന്ത്യമില്ല, ഒരു എൻഡ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അതായത് പ്രൈം നമ്പേഴ്സും ഇൻഫൈനൈറ്റ് ആണ്. മാത്സിനെ കുറിച്ചിട്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.